എന്താ ഗുണ്ടമല്ലിയെ ബേബി സൊല്ലടി എന്താ പറഞ്ഞ? എനിക്കൊരു കാര്യം കാണിച്ചല്ലോ. ഇനി കാര്യം കാട്ടല്ല, ഇജ്ജ് പോന്നാ. ഇതെന്താ വർക്കിയത്? കഴിഞ്ഞിട്ടില്ല. ഇവിടെ മാത്രമേ തുറച്ചിട്ടുള്ളൂ. ഇനി എന്താ ഈ മേശ വെച്ചിട്ട് ബാക്കി ഫുള്ള് ഞാൻ തുറച്ചോളൂ. ഒക്കെ പാടെ തുറച്ചിടാൻ ക്ലിയർ ആയി കിട്ടും. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടൂർക്ക് പോയെന്ന് ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ കാണിക്കാൻ നേരമില്ലാഞ്ഞിട്ടാണ് മക്കളെ. കല്യാണം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാലും ഒരാഴ്ചയോളം ആവാനായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛന് പറയലുണ്ട് കേട്ടോ, അങ്ങനെ വിളിക്കരുത് എന്ന് എന്നോട് കുറേ കൂട്ടുകാർ പറയലുണ്ട്. ഏട്ടൻ വിളിച്ചൂടെ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. ആ പറയണ പോലെ തന്നെ ഏട്ടന് എന്നോട് പറയലുണ്ട് കേട്ടോ, വീഡിയോ വീഡിയോ ഇട് എന്നൊക്കെ. പക്ഷെ അമ്മക്ക് നേരം ഉണ്ടാവില്ല മക്കൾ. ഒരുപാട് പണികൾ പറഞ്ഞാൽ ഒരുപാട് പണികളുണ്ട്. നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുക വെച്ചാൽ ആ പണികളൊന്നും ആലോചിച്ച് നോക്കി നിങ്ങൾ എത്രമാത്രം ആവൂലേ. അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കിയിട്ടോ. പിന്നെ നമ്മളെ കടക്ക കവർ ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ വാങ്ങൽ. അത് ഇങ്ങോട്ട് കീറി അരപ്പായിക്കണ്. അത് പിന്നെ മാറ്റണം പറഞ്ഞാണ്ട് ഞങ്ങൾ മാറ്റാതെ കൊണ്ടടക്കുന്നു. പിന്നെ പറഞ്ഞാൽ കിടക്കൽ വിരിയൊക്കെ വിരിച്ചാണ്ടല്ലേ കിടക്കുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല മക്കളെ, 4 ആൾ വരാനുള്ള പെരയും കൂടിയൊക്കെയാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് വൃത്തിയും വെടുപ്പും ഇല്ലെങ്കിൽ ശരിയാവില്ല. വൃത്തി ഉണ്ട് എന്നാലും അങ്ങനെ അല്ലല്ലോ. ഒരു പുതുക്കി പണിയാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ, അതൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിയതാ. ഇവിടെ അകത്തിടുന്ന ഷീറ്റ് ഉണ്ടല്ലോ, നിലത്ത് വിരിക്കുന്ന ഷീറ്റൊക്കെ ആകെ കീറി പൊളിഞ്ഞാണ്. അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞങ്ങൾ പുതിയത് വാങ്ങിയതപ്പത് വെള്ള ടൈലിൻ്റെ പോലെ. അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യമോളെ കാല് കണ്ടങ്ങൾ. ഇതെന്താ വെച്ചാൽ ഓളെ ഡാൻസ് ഇന്നലെ കേട്ടോ, അതായത് വ്യാഴാഴ്ച കേട്ടോ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇതേപോലെയാണ് കേട്ടോ മൈലാഞ്ചി ഇടാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ കുറേ ദിവസം മുന്നൊക്കെ എടുത്ത് വെച്ച വീഡിയോ ഇതിലുണ്ട് മക്കളെ. ഒക്കെ എന്തായാലും കൂട്ടുകാരെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യമ്മത്തെ മൈലാഞ്ചി കാലുമത്തെ മൈലാഞ്ചിയൊക്കെ ഞങ്ങളെ കാണിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ടൊക്കെ കടന്നാണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങോട്ട് നേരം വെളുത്തതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളൊക്കെ ഒരുവിധം അങ്ങോട്ട് പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം പെയിൻ്റ് അടി കഴിഞ്ഞിക്കണമെന്ന് പറഞ്ഞാൽ പോരട്ടോ. വീട് മൊത്തം പെയിൻ്റ് അടിച്ചിരുന്നു. ഞങ്ങളെ റൂം മാത്രം പെയിൻ്റ് അടിച്ചിട്ടില്ല. അതെന്തായാലും പെയിൻ്റ് അടിക്കും. കല്യാണം ഇനി ഞായറാഴ്ച അല്ലേ. അപ്പോൾ ആരെ കല്യാണമാണെന്ന് നമ്മളോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ ഫോണുമ്മക്ക് വല്ലാതെ നോക്കാത്തതുകൊണ്ട് തന്നെ കമൻറ്റിനൊന്നും റിപ്ലൈ എനിക്ക് തരാൻ കഴിഞ്ഞില്ല. പക്ഷേ കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ആരെ കല്യാണം ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനുണ്ടല്ലോ, ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ, ചെറിയ മോൻ്റെ. അതായത് മൂത്തച്ഛനും മൂത്തച്ഛിയൊക്കെ ഉണ്ടല്ലോ, ഓലെ ചെറിയ മോൻ്റെ കല്യാണമാണ്. അങ്ങനെ കല്യാണമൊക്കെ വരുന്ന ഞായറാഴ്ചക്കാണ് കല്യാണം. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞാൽ എണീക്കാൻ നേരം വൈകി. പിന്നെ ഒരുപാട് പണികളൊക്കെ ആയതുകൊണ്ട് തന്നെ നേരം വൈകിയാണ് കടന്നുറങ്ങൽ. അങ്ങനെ എണീക്കാൻ നേരം വൈകിയാലും വേണ്ടില്ല, നമ്മൾ എടുക്കേണ്ട പണി എടുക്കേണ്ടതാണ്. പിന്നെ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ പാത്രം വെക്കുന്ന സ്റ്റാൻഡും കഴുകിയിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. രാവിലെ 10:30 ആകുമ്പോഴാണ് ഞങ്ങൾ പോണത് കേട്ടോ. പിന്നെ പറഞ്ഞാൽ മക്കളൊക്കെ അവിടെ ചെന്നിട്ട് ഒരുക്കാമല്ലോ. പിന്നെ ഞാൻ പാത്രം കഴുകുന്ന സ്റ്റാൻഡൊക്കെ വലിച്ചിട്ട് കഴുകാൻ നോക്കട്ടെ കേട്ടോ. രാവിലെ കഴുകുക തന്നെ, അല്ലാതെ ഇനിയിപ്പോൾ എനിക്ക് അവിടെ പോയി വന്നാണ്ട് സൂര്യമോള ഡാൻസൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കഴുകാൻ നേരം കിട്ടിക്കോണമെന്നുണ്ടാവില്ല. പിന്നെ അല്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഏതായാലും ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. പിന്നെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടോ. ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇങ്ങോട്ട് അടിച്ചോളൂ.
തിരുമ്പലൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രം കഴുകാനുള്ള ചോറും വെന്തിട്ടുണ്ട് കേട്ടോ. കടിയെന്ന് പറഞ്ഞാൽ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവ് ഉണ്ടാക്കിയത് വേറൊന്നുമല്ല, എളുപ്പത്തിൽ പണിയൊക്കെ ഒരുക്കാൻ ഉപ്പുമാവ് തന്നെ നല്ലത്. പിന്നെ സൂര്യമുളക് മൈലാഞ്ചി കണ്ടില്ല നിങ്ങൾ, വളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ നാത്തൂനും കുട്ടികളും വന്നിട്ടുണ്ട്. ഞാനൊരു വണ്ടിയും വിളിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ചിന്നു ഇതാ ഒരുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ വിഷ്ണു ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സ്കൂൾ ലീവാക്കിയാണ്, സൂര്യമോളെ കളി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വാശി പിടിച്ച് സ്കൂൾക്ക് പറഞ്ഞയച്ചില്ല. കാരണം അനിയത്തിൻ്റെ കളിയല്ലേ, കൊല്ലത്തിലൊരിക്കലല്ലേ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, സ്കൂളിലായാലും അംഗൻവാടിയിലൊക്കെ ആയാലും. അതിനിപ്പം ഞാൻ കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാനായിട്ട് അത് മുടക്കണില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറിയാണ്ട് ഇതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യമോളും ചിന്നു ഇതാ മുന്നിൽ പോയി. അങ്ങനെ ഇതാ കുട്ടികളെ ഇത് ഫസ്റ്റത്തെ കളിയാണ് തോന്നുന്നു കേട്ടോ, കിങ്ങിണിക്കൂട്ടം കലോത്സവം. പിന്നെ ഇവിടെ വന്നിരുന്നപ്പോഴും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരെ നമ്മൾ കണ്ടു, സംസാരിച്ചും ചെയ്തു. അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചായ വന്നിട്ടുണ്ട്, ചായയും കടിയുണ്ട്, പോയി കുടിച്ചോളി എന്ന് പറഞ്ഞു. ഈ ഒരു നെയ്യപ്പം സൂര്യമുളകും വിഷ്ണുവിൻ്റെ കേട്ടോ. ഓലിക്ക് രണ്ടാക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് തന്നതാണ്. ഞാനും തന്നെ തിന്നിട്ടൊന്നുമില്ല, ഞാൻ പിന്നെ അത് ബാഗിലിട്ടു കേട്ടോ. പിന്നെ ഇതാ സൂര്യമുളക്ക് മൈലാഞ്ചി കൈമേൽ ഇട്ട് കൊടുത്തേന്ന്, പക്ഷേ ഞാൻ പുറം കൈമലുണ്ടല്ലോ അവിടെ ഇട്ട് കൊടുക്കാൻ മറന്നപ്പോൾ എനിക്ക് വലിയ സങ്കടം കേട്ടോ. ഞാൻ എന്നിട്ട് ഒഴിഞ്ഞു പോയാണ്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ ബിഗ് ബീൻ്റെ മൈലാഞ്ചിയും കൂടെയാണ്. അത് പറഞ്ഞാൽ ട്യൂബ് ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ ചോക്കാൻ, കുറച്ചിങ്ങോട്ട് ചുവപ്പാവാൻ. കുറച്ച് നേരം ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ കഴുകി കളയാലോ. അങ്ങനെ ഓൾക്ക് കാല് ചൊറിയുണ്ട് കാരണം കാലൊക്കെ ഞാൻ ചൊറിഞ്ഞു കൊടുത്തു. ഓൾ ഇതാ മൈലാഞ്ചിയൊക്കെ ഇട്ട് സുന്ദരി കൈകളൊക്കെ ആയിട്ട് നിൽക്കണം. പിന്നെ ഒരുക്കി കൊടുത്തിട്ടില്ല കേട്ടോ, ഒരുക്കി കൊടുക്കണം, ആയിട്ടില്ല. 22 ഞങ്ങളെ നമ്പറൊക്കെ പറഞ്ഞു തന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷം പിന്നെ സൂര്യമോള് ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വേണോ പറഞ്ഞപ്പോൾ ഒരു വാശിയും കരച്ചിലും. പിന്നെ വാങ്ങി കൊടുക്കല്ലാതെ നിവർത്തില്ല. വിഷ്ണുവിന് വേണോ ചോദിച്ചപ്പോൾ ഓന് വേണ്ടാന്ന് പറഞ്ഞിട്ടോ. കാരണം ഓൻ തിന്നാത്തത് വേറെ ഒന്നുമല്ല മക്കളെ, കഴിഞ്ഞൊരു അനുഭവം ഉണ്ടായിരുന്നല്ലോ. എന്താ അനുഭവം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തിരുമണിക്കര അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം 2 ഐസ്ക്രീം വാങ്ങി മക്കൾക്ക് കൊടുത്തു. വയറുവേദന ഇളകി ആകെ ക്ഷീണം പിടിച്ചു എന്ന് പറഞ്ഞിരുന്നില്ല, അതിൽ പേടിച്ചതാണ് വിഷ്ണു. അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വല്ലാണ്ട് തിന്നൂല കേട്ടോ. അങ്ങനെ സൂര്യമോൾ ഇതാ ഓളെ മുടിയൊന്നും കണ്ടാണ്ട് ആരും ഒന്നും പറയണ്ട, ഞാൻ ഒരുക്കി കൊടുക്കുകയാണ്, ഓളെ ഒരുങ്ങാനുള്ളതുകൊണ്ടാട്ടോ. ഇങ്ങനെ പിന്നെ പറഞ്ഞതാ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ സുന്ദരി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വളയൊക്കെ ഇട്ട് മാലൊക്കെ ഇട്ട് ചിന്നും അല്ലും ഒക്കെ ഇതാ ഒന്നിച്ച് ഫോട്ടോ എടുത്തു. പിന്നെ മറ്റേ മക്കളെ കൂടെയുള്ള മക്കളെല്ലാവരും ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തേന്നു കേട്ടോ. ഇതാ കണ്ടോ, നമ്മളെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വേഗം വീഡിയോ എടുത്ത് വെച്ചതേന്നു കേട്ടോ. മക്കളെ എപ്പോഴും ഒരുമിച്ച് കിട്ടിക്കോണമെന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് നിൽക്കും കേട്ടോ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഇതാ സൂര്യമോളെ എടുത്താണ്ട് ഞാൻ ഡാൻസ് ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഓളെ കൊണ്ടുപോട്ടെ. അങ്ങനെ ഒരു ഹായ് കൊടുക്ക് കുഞ്ഞേന്ന് പറഞ്ഞപ്പോൾ അതാ ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഓളെ പാട്ട് അമ്പിളിമാമൻ്റെ പറഞ്ഞ പാട്ടാണ്. അങ്ങനെ ഇതാ ഈ ഒരു കുട്ടികളെ കളി കഴിഞ്ഞിട്ടാണ് കേട്ടോ, മക്കളെ കളി കഴിഞ്ഞിട്ടാണ് സൂര്യമോളതൊക്കെ. അങ്ങനെ ഇതാ ഒരു സ്റ്റേജുമൊക്കെ കയറി റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഏതെങ്കിലും ഇനങ്ങളിൽ മേക്കപ്പ് പൂർത്തിയായിട്ടില്ലെങ്കിൽ മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം തുടരുന്നു. പാട്ട് ഏതാന്ന് ചോദിച്ചാൽ അമ്പിളിമാമൻ്റെ കുമ്പിളിൽ വേണം എന്നോട് ചൊല്ലിയ ചങ്ങാതി എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതാണ്. വാളൂരിലെ തന്നെ വാർഡ് മെമ്പറായ ഗീതാ മെമ്പർ ക്ഷണിക്കുന്നു. മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്ത ആ പാട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുക്കും വാളൂരിക്കൽ ഫസ്റ്റിലെ കുട്ടികൾ. നല്ലൊരു ഗൈഡ്, താങ്ക് യു.
അങ്ങനെ മക്കളെ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോ എടുക്കുമല്ലോ. ഫോട്ടോ എടുക്കണ ഭയങ്കര തിരക്കേന്നു കേട്ടോ. കാരണം ഓല ആ വേഷം ഓൽക്ക് കിട്ടിയ ചെറിയ സമ്മാനമൊക്കെ പിടിച്ച് എല്ലാവരും മക്കളെയും കൂട്ടി ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വിഷ്ണു ഓൾക്ക് വീണ്ടും ഐസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഐസ് രാവിലെ ആ ഒരു സമയത്ത് കണ്ടപ്പോൾ ഭയങ്കര വാശി. അപ്പം അങ്ങനെ തിന്നതാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ രണ്ടാമത് ഓള് വല്ലാതെ കരഞ്ഞപ്പോൾ ഓന് ഏട്ടൻ അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഏട്ടൻ പിന്നെയും പെങ്ങൾക്ക് പോയാണ്ട് ഐസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഐസ് തിന്നാൻ പാടില്ല എന്നറിയാം, എന്നാലും പിന്നെ ഇപ്പം എന്താ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പാട്ടിൻ്റെ അരങ്ങ് ഇങ്ങോട്ട് ശക്തമായപ്പോൾ ഞങ്ങൾ എന്താ ഇപ്പോൾ ഇവിടെ സംഭവം വിചാരിച്ച് ഇങ്ങനെ നോക്കിട്ടോ. ഞങ്ങൾ പുറത്തിരിക്കുന്നു. അപ്പോഴാണ് സംഗതി കണ്ടത് മക്കളെ. ഓരോ അംഗൻവാടിയത്തെ ടീച്ചർമാരും മക്കളും എല്ലാവരും പാടെ ഇങ്ങോട്ട് കൂടി കളിച്ചപ്പോൾ സംഗതി ഇങ്ങോട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിരിക്കാൻ തന്നെ നല്ല രസം. അങ്ങനെ സൂര്യമോൾ ഐസ് തീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഇതാ കലാശക്കൊട്ട് എന്ന് പറഞ്ഞമാർക്ക് ടീച്ചർമാരും കുട്ടികളും ഫുള്ള് ഡാൻസ് കേട്ടോ. ഭയങ്കര രസം പറഞ്ഞാൽ ഭയങ്കര രസം കണ്ടിരിക്കാൻ. ഓരോ ടീച്ചർമാർ കളിക്കണുണ്ടപ്പോൾ എനിക്കും അത്ഭുതമായി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിത് നോക്കി നിന്നാണ്ടതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടില്ല. അമ്മക്കൊരു സാരി എടുത്തു കൊടുക്കണം എന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പറ്റുമല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും എടുത്തപ്പോൾ ഞാൻ അമ്മനൊന്ന് ഓർത്തുപോയി. അതുകൊണ്ട് തന്നെ അമ്മക്കൊന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് വീട്ടിലേക്ക് പോകൽ നിർബന്ധമാണ്. ഞാൻ കുറേ ദിവസമായി മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ഞായറാഴ്ചയാണ് കല്യാണം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ബ്ലൗസ് അടിച്ച് കിട്ടും വേണം. അങ്ങനെ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പോയി പോരാന്ന്. സമയം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉച്ച 2:30 ആയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഈ ഒരു വണ്ടിക്ക് ഇങ്ങോട്ട് തിരിച്ച് പോരും വേണം. കാരണം ഇവിടെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് പണികളുണ്ട് മക്കളെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്, അതൊക്കെ വഴിയേ കാണിക്കുക. അപ്പം എന്താ പണി ഏതാ പണി എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ മക്കളെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പം മക്കളെ കളിയൊക്കെ ഞാൻ അമ്മക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ സൂര്യമോളെ കളി കാണാൻ അമ്മക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞാൽ അമ്മക്ക് വല്ല പൊടിയൊന്നും തട്ടാൻ പറ്റില്ല, അലർജീൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ. പിന്നെ എപ്പോഴാണ് പരിപാടി തുടങ്ങുക എന്ന് നമുക്കും ശരിക്കും കറക്റ്റായിട്ട് പറയാനും പറ്റൂല. 22 നമ്പർ കിട്ടിയെന്നത്. അതുകൊണ്ട് തന്നെ അമ്മക്ക് എനിക്ക് സങ്കടമായപ്പോൾ അമ്മക്ക് ഞാൻ വേഗം ഫോണിൽ ഫുള്ള് വീഡിയോ എടുത്താണ്ട് അമ്മക്ക് കാണിച്ചു കൊടുത്തിട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ മുഴുവനായിട്ട് കണ്ടു. പിന്നെ അമ്മനെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു അമ്മനെ കാണലില്ലല്ലോ, അമ്മേൻ്റെ അടുത്തേക്ക് പോവലില്ലേ, അമ്മ എവിടെയെന്നൊക്കെ. നമ്മളമ്മ ഇനി എല്ലാവരും കണ്ടോളിട്ടോ. നമ്മളമ്മക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ, നല്ല സന്തോഷമൊക്കെ എന്നും ഉണ്ടാവട്ടെ. നമ്മളമ്മനോട് അമ്മ ഒരു ഹായ് കൊടുക്കിയെന്ന് പറഞ്ഞപ്പോൾ ഹായ് തന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ പൊറാട്ട വാങ്ങി പോയെന്ന് കേട്ടോ. അത് വിഷ്ണു തിന്നു. ഇനി സൂര്യമോൾക്ക് ഒന്ന് വേണം പറഞ്ഞപ്പോൾ ഓൾക്കും കൊടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് പരിപാടീൻ്റെ അടുത്ത് നെയ്യപ്പം 2 കാണിച്ചിരുന്നില്ലേ, മക്കളെ നെയ്യപ്പേന്നു. ഓല് 2 തിന്നാത്തതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അമ്മക്കും കൊടുത്തു. അത് അതിലത്തെ ഒന്ന് വിഷ്ണുവിൻ്റെ അച്ഛനും തിന്നു കേട്ടോ. ഏട്ടനും തിന്നു. അങ്ങനെ പറയണതാവും നമ്മളെ കൂട്ടുകാർക്കും ഇഷ്ടം അല്ലേ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടു. എനിക്ക് ചായ മാത്രം മതി അമ്മ എന്ന് പറഞ്ഞു. അമ്മനോട് ഞാൻ ചെല്ലണ വിവരം പറഞ്ഞതേ ഇല്ലേന്നു. പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇവിടെ എത്താൻ നേരത്തെ ഇടവണ്ണ പകുതിക്കൽ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ 2 ഗ്ലാസ് ചായ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളി, ഞങ്ങൾ വരുന്നു പറഞ്ഞു. അപ്പം അമ്മ ചായയൊക്കെ റെഡിയാക്കി വെച്ചേന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തെങ്ങനെ പരത്തിയിട്ടത്, എന്താ ഇപ്പം ഇങ്ങനെ വലിച്ചു വാരിയിട്ടത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല മക്കളെ, നമ്മൾ അടുക്കള അവിടെ പുറത്ത് അടുക്കള ഉണ്ടല്ലോ, അതിങ്ങോട്ട് പുതുക്കി പണിയുണ്ട് കേട്ടോ. ആ അടുക്കളേൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ച് തന്നേ പറ്റൂ. അത്രയ്ക്ക് ഉഷാറായിട്ടുണ്ട് കേട്ടോ അടുക്കളേൻ്റെ പണി. അത് ഞാൻ എന്തായാലും നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്ന അന്ന് വീഡിയോ എടുക്കണതാവും. അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെയാണ് 3 കല്ല് കൂട്ടി വെച്ചാണ്ട് അങ്ങനെയാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. എന്നാലും വേണ്ടില്ല, അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതന്നെ വലിയൊരു ആശ്വാസം സമാധാനം. അപ്പം അമ്മ ചോറ് വെന്തിക്കണ നോക്കാട്ടോ. അമ്മയും താട്ടനല്ലേ ഉള്ളൂ, ഇവിടെ ചോറ് വെന്തിട്ടില്ല. അമ്മ പറഞ്ഞു ഈ അരിക്ക് നല്ല വേവുണ്ട്, അത് അവിടെ നിന്നോട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു അമ്മ ഇനി ഞങ്ങൾ നടക്കട്ടെ, വണ്ടി അവിടെ നിർത്തിയിട്ടൊക്കെയല്ലേ, എന്തായാലും ഇങ്ങോട്ട് നിൽക്കാൻ വരണം. അച്ഛൻ്റെ റൂമാണിട്ടത്. അങ്ങനെ അച്ഛൻ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിൽ അച്ഛനോട് യാത്ര പറഞ്ഞു. ഞാനും കുട്ടികളും വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ച പാത്രമൊക്കെ അവിടെ ഉണ്ട്. അത് അമ്മ പറഞ്ഞു ഒന്നും കാട്ടണ്ട, ഞാൻ കഴുകിക്കൊണ്ട്.
നമ്മൾ അർജൻറ്റ് കൂട്ടുമ്പോൾ അമ്മമാർ അങ്ങനെയല്ലേ, പിന്നെ നമ്മളൊരു പണി എടുക്കാനായിക്കൂല. ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ വന്ന പണി എടുക്കലുണ്ടോ ഇല്ലേന്നൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് തന്നെ അറിയാമല്ലോ അല്ലേ. പിന്നെ ഞാൻ ഇവിടേക്ക് നിൽക്കാൻ വരികയാണെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പോരുവോളം അമ്മനെ പണിയെടുപ്പിക്കരുത് കേട്ടോ ഞാൻ ചിന്തിക്കൽ. അതുകൊണ്ട് തന്നെ എല്ലാ പണികളും ഞാൻ തന്നെ എടുക്കൽ ഇവിടെ വന്നാൽ. പിന്നെ പറഞ്ഞാൽ കറിയൊക്കെ അമ്മനോട് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറയും. കാരണം അമ്മ കറി ഉണ്ടാക്കിയത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിഷ്ണുവിനും സൂര്യമോൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കണതിലേറെ നല്ല രുചിയിൽ അമ്മ കറി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ മക്കളെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. സൂര്യമോൾ ആ ഒരു മുടികെട്ടൽ തന്നെ കേട്ടോ, വേഷം ഒന്ന് മാറിയെന്നുള്ളൂ. എന്തായാലും ഞങ്ങൾ പോവാൻ നോക്കട്ടെ. അമ്മ ഞങ്ങൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സാരി കാണിച്ചിട്ടില്ല കേട്ടോ മക്കളെ. സാരി കാണിക്കാത്ത വേറെ ഒന്നുമല്ല, അമ്മ കല്യാണത്തിന് വരുമ്പോൾ എന്തായാലും നമ്മളെ സാരി കാണിക്കണതാവും. പിന്നെ പോരൽ വിഷ്ണുവിന് ടീഷർട്ടും വിഷ്ണുവിൻ്റെ അച്ഛന് ഷർട്ടും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓൽക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു തുണിക്കടയിൽ കയറിയിട്ടുണ്ട്. MRC എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ. ഇവിടെ പറഞ്ഞാൽ നല്ല ഒരുപാട് സെലക്ഷൻ ഉണ്ട്. ഇവിടെ കയറിയ വേറെ കടയൊക്കെ ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമാണ് ഞങ്ങൾക്ക്. പക്ഷേ ആ സംശയം അവിടെ തീർന്നിട്ടുണ്ട്. നല്ല സെലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചതൊക്കെ ഇവിടെ നിന്ന് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ സാരിയൊക്കെ ഓരോന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വില റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്കും ഞാൻ ആ സാരി ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വിഷ്ണുവിന് പാൻറ് എടുക്കണില്ല, ഉള്ള പാൻറ് മതി എന്ന് പറഞ്ഞ് പോകുന്നതായിരുന്നു. ഓനൊരു ടീഷർട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഓന് പറഞ്ഞു അമ്മ അതൊക്കെ പറ്റിയൊരു പാൻറ് നോക്കുക നമുക്ക് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഓൻ്റെ ഇഷ്ടമല്ലേ, എടുക്കുമ്പോഴല്ലേ എടുക്കുക, കിട്ടുമ്പോഴല്ലേ കിട്ടുക എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരു പാൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണത് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഓൽക്ക് ചെറിയ മടിയില്ലായ്മല്ല, എന്നാൽ പോലും ഇതാക്കണം നമ്മളെ വീഡിയോയിലൊക്കെ നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സാരികൾ കണ്ടില്ല നിങ്ങൾ, ഒരു 400-500 ആ ഒരു സംതിങ്ങിൽ വരുന്ന സാരികളാണ് കേട്ടോ. ഈ ഒരു കാണുന്നതൊക്കെ പട്ടുസാരിക്കൊക്കെ 400 മേലാണ് 500 മേലാണെന്ന് പറഞ്ഞു. ഇവിടെ കളർ സാരികൾ കണ്ടോ, അതിനും നല്ല വില ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ച് ചോദിച്ചത്. നല്ല റേറ്റാണ് വിചാരിച്ച് ചോദിച്ചിട്ടോ. പക്ഷെ 400-500 എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു സാരി എടുത്തെങ്കിൽ എന്ന് ഞാനും വിചാരിച്ചിട്ടോ. ടോപ്പുകളൊക്കെ നോക്കി, ടോപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ കട ഏതൊരു ഭാഗത്താണ്, വണ്ടൂര് എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ. ഇവിടെ കുറച്ച് ഷാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കാണുന്നിടത്ത് തന്നെ വെച്ചുകൊണ്ട് ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ഈ ഷാളൊക്കെയാണ് നോക്കിയത്. കണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയില്ലേ. പിന്നെ ഇവിടെ 2 ടോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ എനിക്കൊരു ടോപ്പ് വലിയ ഇഷ്ടമായി. കണ്ടോ, ഈ ഫസ്റ്റത്തെ ടോപ്പ് തന്നെ എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. 600 സംതിങ് ആണെന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഈ സാരി ഒന്ന് നോക്കിയതായിരുന്നു കേട്ടോ. സാരി ഉണ്ടല്ലേ. എന്തായാലും ടോപ്പുകളൊക്കെ വെറുതെ ഒന്ന് നിവർത്തി സൂര്യമോൾക്ക് പറ്റിയ ഉടുപ്പാണോ എന്നൊക്കെ നോക്കിട്ടോ. ഏതായാലും കണ്ണുകൊണ്ട് കണ്ടാണ്ട് ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ മക്കളെ ഡ്രസ്സ്, കുട്ടികളെ ഡ്രസ്സ്, പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇവിടെ അധികം നിന്നാൽ ശരിയാവില്ല. കാരണം അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വാങ്ങിയെങ്കിൽ കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കും. അങ്ങനെ MRC കവറും നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ കവറും കിട്ടിയതിന് ശേഷം ഞങ്ങളിതാ പോന്നു, പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ. പിന്നെ ഞങ്ങൾ പോയത് ചെരുപ്പ് വാങ്ങാനാണ്. ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ ചെരുപ്പ് വാങ്ങണം ചോദിച്ചാൽ എനിക്കൊരു ചെരുപ്പ് വാങ്ങണം, സൂര്യമോൾക്ക് ഒരു വള്ളി ചെരുപ്പ് വാങ്ങണം, ഏട്ടനും വാങ്ങണം. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പ് വാങ്ങണം. വിഷ്ണുവിന് ഇപ്പം അടുത്ത് ചെരുപ്പ് വാങ്ങിയോണ്ട് ഓന് വാങ്ങാൻ പറയണില്ല കേട്ടോ. ഓനുണ്ട്, ഷൂ ഉണ്ട്, സാധാ ഇടാനുള്ള ചെരുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഓന് പറയണില്ല. അങ്ങനത്തെ സൂര്യമോൾക്ക് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു വള്ളിച്ചെരുപ്പ് ഭംഗിയുണ്ടോ. പിന്നെ എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങിയാണ്. പിന്നെ ഏട്ടന് വാങ്ങിയ ചെരുപ്പാണ് കേട്ടോ. ചില കടയിലൊക്കെ കയറിയാൽ അങ്ങനെയല്ലേ, ഒരുപാട് ഇങ്ങോട്ട് വലിച്ചിട്ട് തരുമൊന്നുമില്ല. കുറച്ചിങ്ങോട്ട് തന്നിട്ട് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടത് എടുത്തോളി എന്ന് പറയും. ചില കടയിൽ ചെന്നാൽ ഒരുപാട് വലിച്ചിട്ട് തരും, വേണ്ടത് സെലക്ട് ചെയ്തോളി എന്നൊക്കെ പറഞ്ഞാണ്ട്. ഇങ്ങനെ മടി കാണിക്കുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ കണ്ടാൽ വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ലത് കണ്ടാലും വേറെ നോക്കട്ടെ എന്നൊരു ചിന്തിക്കണവരും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പൊറാട്ടൊക്കെ തിന്ന് പോവാമെന്ന് വിചാരിച്ചൊന്ന് ഹോട്ടലിൽ കയറിയിട്ടോ. സൂര്യമോളെ ഡാൻസൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ വെറും ചായ കുടിച്ച് പോകുന്നതല്ല, അപ്പോൾ എനിക്കും വിശക്കുക കേട്ടോ. അപ്പോൾ ബീഫും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ ചായയല്ല പൊറാട്ടയും കറിയും തിന്നാൻ നിൽക്കട്ടെ. അതൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ പോണത് വീട്ടിലേക്കാണ് കേട്ടോ.
നേരെ ചെന്ന് വീട്ടിലെത്തി മേലെഴുകലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വളക്കാട്ടുന്ന റൂമൊക്കെ ശ്രദ്ധിച്ചത് മക്കളെ. ഒരുപാട് പണികൾ ഇനിയും കിടക്കുന്നുണ്ട്. കാരണം നാളെ ഇപ്പോൾ വെള്ളിയാഴ്ച, അതായത് ഇന്ന് വെള്ളിയാഴ്ച. ഇന്നലെയായിരുന്നു ഈ ഒരു സംഗതികളൊക്കെ കേട്ടോ. വ്യാഴാഴ്ചയായിരുന്നു ഡാൻസും അമ്മൻ്റെ അടുത്തേക്ക് പോയതൊക്കെ. ഇത് അന്നെടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ രാവിലെ പാത്രം കഴുകണ സ്റ്റാൻഡൊക്കെ കഴുകി വെച്ച് പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഇതാ ഈ ഒരു ആണി 3 ആണി ഉണ്ട് കേട്ടോ. ആ 3 ആണിമേൽ വെച്ചിട്ടുണ്ട്. ഇനി പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ട്. അതൊക്കെ കഴുകിയാണ്ട് ഓരോ ലെവലും ഇങ്ങോട്ട് ആക്കി വെക്കണം. പിന്നെ എന്താ പണിയെന്ന് ചോദിച്ചാൽ പച്ചക്കറി കൊട്ടനൊക്കെ കണ്ടാൽ നിങ്ങളെ കണ്ണ് തള്ളും. പച്ചക്കറി കൊട്ടേൻ്റെ മുകളിൽ ഇതാ പേപ്പർ വിരിക്കലുണ്ട് കേട്ടോ. പേപ്പർ വിരിച്ചിട്ടാണ് പച്ചക്കറിയൊക്കെ ഇടൽ. പക്ഷേ ഇപ്രാവശ്യം പേപ്പർ വിരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ചേലും കോലൊക്കെ അങ്ങനെ. പിന്നെ നമ്മളെ വളക്കാടുന്ന റൂം നോക്കി മക്കളെ. നാത്തൂനും കുട്ടികളാണെങ്കിൽ വന്നിട്ടുണ്ട്. ഓൽക്ക് കിടക്കാനുള്ള റൂമാട്ടോ ഇത്. ഈ ഒരു ഭാഗത്തല്ല, ഈ ഒരു റൂമിലാണ് ഓല് കിടക്കൽ. ഓല് എങ്ങനെ ഇവിടെ കിടക്കുക ഇത് ഇക്കോലായാൽ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താലോ. അങ്ങനെ ഇതാ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ക്ഷീണം കുഴക്കൊക്കെ ഞാൻ മറന്നിങ്ങോട്ട് കളഞ്ഞു കേട്ടോ. ഭയങ്കര നടുവേദന ഉണ്ട്. സൂര്യമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് നടന്നുകൊണ്ടും പിന്നെ രാവിലെ പോയതല്ലേ, രാവിലത്തെ പണികളെല്ലാം ഒരുങ്ങിയാണ്ട് പോയതാണ്. പിന്നെ ഒന്ന് ശരിക്കും ഒന്നും ഇരിക്കാൻ കിട്ടിയിട്ടില്ല. പിന്നെ അമ്മനെ കണ്ട സമാധാനം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഓലെ വിചാരിച്ചുകൊണ്ട് നാത്തൂനും കുട്ടികളും വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ റൂം ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ടെ. പിന്നെ വേറൊരു റൂം കിടക്കാനില്ലേ ചോദിച്ചാൽ ആകെ 3 റൂമാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 റൂം, ഒന്ന് രാജുവിൻ്റെ ഒന്ന് ഞങ്ങളെ റൂം, പിന്നെ ഉള്ളത് ഈ ഒരു റൂമാണ്. പിന്നെ നാത്തൂനും കുട്ടികളെന്ന് പറഞ്ഞ പോലെ 4 പേരില്ലേ. അതുകൊണ്ട് തന്നെ ഒരു റൂം ഒഴിവാക്കി കൊടുക്കുക. അതുകൊണ്ട് ഞാൻ കുഴക്കും ക്ഷീണമൊക്കെ മറന്നാണ്ട് എടുത്തു കൊടുക്കട്ടെ കേട്ടോ. പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടോ എനിക്കറിയില്ല. അതിൽ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനെ ഒരു സഹായത്തിന് വിളിച്ചിട്ടുണ്ട്, വേറെ ഒന്നിനല്ല. എൻ്റെ ഇപ്പോൾ ഇതിനൊന്ന് കൂടിത്തരുമോ, ഇവിടെ നിന്ന് വൃത്തിയാക്കാൻ കൂടിത്തരുമോ, എനിക്ക് വയ്യ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാണ്ടാട്ടോ ഞാൻ പറയണത്. അപ്പോൾ അത് കേട്ടാണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തിരക്കും പണികളും ഒരുപാടുണ്ടേന്നു. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യം ഒന്നുമല്ല. പിന്നെ പെയിൻ്റ് അടിക്കുക പറഞ്ഞാൽ ഒരു റൂമിലത്തെ സാധനങ്ങൾ ഫുള്ള് മാറ്റിയിട്ട് വേണ്ടേ ആ ഒരു റൂമിൽ പെയിൻ്റ് അടിക്കാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പണികളുണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു പണി നീട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം കല്യാണം അടുത്തു. പിന്നെ ഇതാ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചണെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പോയാണ്ട് ഇതാ ബനിയനൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു ഈ ഒരു മേശ നമുക്ക് അപ്പുറത്തേക്ക് വെക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്തേക്കൊക്കെ വെക്കണം, ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ലെവലാവട്ടെ എന്ന്. പിന്നെ ഞങ്ങൾ ചപ്പാത്തി പരത്തണ കുഴലാണ് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞത് ചപ്പാത്തി ഉണ്ടാക്കട്ടെ, ചപ്പാത്തി ഉണ്ടാക്കാൻ ഈ ഒരു കുഴൽ വേണ്ടേ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും വിരുന്നാരുണ്ട്, ഒരുപാട് പേരുണ്ട്, ഞാനെങ്ങനെ എല്ലാവർക്കും കണ്ട് ചപ്പാത്തി ചൂടുക ചപ്പാത്തി ഉണ്ടാക്കാന്ന്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി തരണം. ഒരു പണി എടുക്കുകയാണെങ്കിൽ ഒക്കെ ഒപ്പം എടുക്കുകയാണെങ്കിൽ അത് വലിയ സന്തോഷം തന്നെയല്ലേ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങളിതാ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായിട്ടോ. കാരണം എനിക്കൊരു ഭാഗത്ത് ഇരിക്കാൻ തന്നെ ഉള്ള നേരം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെ റൂമിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, റൂമിൽ ഷീറ്റ് ഇടേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ പിന്നെ നേരെ വന്നത് ഈ ഒരു റൂം നന്നാക്കാനാട്ടോ. റൂമിൽ ഷീറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത് 2 ആൾ വിചാരിച്ചാലൊന്നും ചിലപ്പോൾ നടക്കില്ല. കാരണം റൂമിൽ കട്ടിലും അലമാരയും ഒക്കെ പാടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് മറിച്ച് നേരം പോണത് അയിമലും നേരം പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ ഓരോ കാര്യങ്ങൾ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു. പിന്നോണ്ട് പറഞ്ഞ് ഏതായാലും ഞാൻ കൂടി തരാമെന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ 2 ആൾ ഒരുമിച്ച് എടുക്കുക കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ ഇപ്പോൾ ഈ പണി കഴിയോളം എൻ്റെ ഇപ്പം കൂടുന്നത് എവിടെ. അതും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അച്ഛൻ പുറത്തേക്ക് പോയാണ്ട് പിന്നെ വന്നത് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നമ്മളെ വീടല്ലേ, നമ്മൾ എടുക്കേണ്ട പണി എടുക്കണ്ടേ. നേരം കാലം നോക്കിയിട്ട് കാര്യമില്ല. ആ മക്കൾക്ക് ഉറക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഈ റൂമൊന്ന് ക്ലീൻ ആക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതാ തുടങ്ങിയായിട്ടോ. അപ്പോൾ അവിടുത്തെ പഴയ സാധനങ്ങൾ അരി കൊണ്ടുവരുന്ന ചാക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനിതാ ഒരു വലിയ ചാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അയക്ക് ഒഴിവാക്കി വെക്കുക. അപ്പോൾ രാജു അതായത് അങ്ങോട്ട് നടക്കണം. അത് പെയിൻ്റ് അടിക്കാൻ കേട്ടോ. വാതിലും കൂടെ ഒക്കെ പെയിൻ്റ് അടിച്ച് നടക്കുകയാണ്. ബ്രൗൺ കളർ കേട്ടോ പെയിൻറ്റിൻ്റെ. പിന്നെ അതാ ഈ ഒരു കളറെന്ന് പറഞ്ഞാൽ വൈറ്റും അല്ല, എന്തോ ഒരു കളറ്, ഇതിന് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കളറ് നമ്മളെ വീട് പെയിൻ്റ് അടിച്ചപ്പോൾ തന്നെ കാണാനൊരു ഭംഗിയായി, ഉഷാറായി. അടുക്കളയും പെയിൻ്റ് അടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സമാധാനമായത്.
അങ്ങനെ നമ്മളെ റൂമിന്റെ ഒരു ഭാഗം പണികളൊക്കെ തീരുമാനമായി എന്ന് പറയാം. ഈ ഒരു ഇതിന്റെ അടി മാത്രം നന്നാക്കണം. എന്തൊക്കെയാണ് കാട്ടുക? അടിച്ചൊരു കാര്യമുണ്ട്, ആൾക്കാരും കൂടി ഉണ്ട്. ഇവിടെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വാരി എടുത്ത് വേഗം വായിച്ചാൽ വേഗോ എന്തെങ്കിലും പറയണേ. കഴിഞ്ഞോ? കൊയങ്ങിട്ടൊന്നുമില്ല. എത്ര കൊയക്കും പണിയുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ആ അടക്കളയൊക്കെ മാറ്റിയിട്ടുണ്ടാവും. ഇനി അതൊക്കെ ആ വീതന്റെ അടിയിൽ കൂടെ ഒക്കെ അങ്ങോട്ട് ഇട്ട് റെഡി ആക്കണം. വെച്ചിക്കാണ്ട് എപ്പോഴൊക്കെ നേരാക്കണം. ഒക്കെ റെഡിയാക്കി ഇട്ട് കടത്തുള്ളൂ. അല്ലെങ്കിൽ നാളെ കഴിയൂല. ഇഡ്ഡലി ഉണ്ടാക്കിയ നാളെ എന്നോട് പോകാൻ പറയാ. ഇഡ്ഡലിയും കൂടി ആയാലും ശരിയായി. ഇതൊക്കെ നേരാക്കണം. ഒന്നിച്ചിങ്ങോട്ട് തിളപ്പിച്ച് വെച്ചാൽ മതിയെന്ന് പാല്. സത്യം പറഞ്ഞാൽ ഞാൻ കുപ്പിയിൽ കുറച്ച് ബാക്കിയാക്കിട്ടോ. പിന്നെ അതെടുത്താണ്ട് കുറച്ച് നാവുമ്മ വെച്ച് നോക്കിയപ്പോൾ പുളിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് കളഞ്ഞു. ഒരുപാടൊന്നുമില്ല, ഒരു ഗ്ലാസ്സിനുള്ള പാല്, ഒരു ഗ്ലാസ് നിറച്ചുള്ള പാലല്ല, ഒരു അര ഗ്ലാസിൻ്റെ താഴേക്കാണ് പാലെടുത്ത് വെച്ചത്. പിന്നെ ഇതാക്കുന്ന മക്കളെ നമ്മൾ അടിച്ചൊരു വൃത്തിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നാത്തൂന് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് കടക്കാം, ഈ ഒരു ഭാഗത്തൊക്കെ നോക്കണ്ടെച്ചാൽ മതി. എന്നാലും നമ്മളെ പണി ഒരുങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. ഇനി ഞാൻ ചെന്നില്ല, അത് ചോറുന്നാന്നൊക്കെ ചോറിന്നിട്ട് വേണം നടു നിവർത്തി ഒന്ന് കടക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ഇതാക്കണ് ഞാൻ ചാക്ക് വിരിക്കാൻ കേട്ടോ. മേശ ഇങ്ങോട്ട് അപ്പുറത്തേക്ക് നീക്കി വെക്കാനും വേണ്ടിയിട്ടുള്ള മേശക്ക് ചാക്ക് വിരിക്കുകയാണ്. എന്നാൽ പിന്നെ വൃത്തിയിൽ അവിടെ അങ്ങോട്ട് നിന്നോളും. കണ്ടോ, ഈ മേശ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഞാൻ ഇവിടെ ബാത്റൂമിന്റെ മേലെ കുടിക്കല്ലേ? എന്തോ ഒരു കഷ്ടം. ഒരു കുട്ടീനെ ചെരുപ്പ് നാളെ മാറ്റണം. തോന്നില്ല ടൈറ്റ് ഉണ്ട്. അപ്പൊ നാളെ അംഗൻവാടി പറഞ്ഞിട്ടുണ്ടല്ലേ, ഓളെ കൊണ്ടുവരെ പോകാം. അങ്ങനല്ല, ആ ചെരുപ്പള മാറി അതിന്റെ കുറച്ച് വലുതെടുത്ത പോലെ ഒന്നുമില്ല. ഒരു ഇഞ്ചിലെ കൊയിഞ്ഞാടാണെങ്കിലോ പിന്നെയും പോണ്ടപ്പോ. അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഞാൻ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ നോക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മേശയൊക്കെ പിടിച്ച് വെച്ചു. ആ ഒരു റൂം തുടച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഞാൻ പച്ചക്കറിക്കൊട്ട കഴുകണം പറഞ്ഞില്ല. അപ്പോൾ ഇതിലിതാ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് നനഞ്ഞ തോർത്തോട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ തുടച്ചെടുക്കുക. പിന്നെ പേപ്പർ വിരിച്ചാണ്ട് പച്ചക്കറിയും കൂടെ ആക്കണം കേട്ടോ. അങ്ങനെ മക്കളെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് ഇരിക്കും ചെയ്യും. കുറച്ച് നേരം ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ച് ക്ഷീണം കുഴക്കൊക്കെ മാറ്റിട്ട മക്കളെ. എന്തായാലും ഇനി വെള്ളിയാഴ്ചക്ക്, അതായത് ഇന്നൊക്കെ ഈ ഒരു പണിയൊന്നും വെക്കാൻ വെച്ചാൽ ആൾക്കാർ മനുഷ്യന്മാരൊക്കെ വരുന്ന പേരെയും കൂടിയല്ലേ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ. നമ്മളെ വീട്ടിലെ കല്യാണം അല്ലെങ്കിലും ഇതൊരു തറവാടാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ പണിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വീടൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് അടി പിന്നെ ഇതാ കുട്ടികൾ കഴിച്ചു. പിന്നെ ഇതാ ഇനി കാണുന്ന പാത്രം കൂടെ കഴുകി വൃത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ.
അങ്ങനെ നാത്തൂനൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് റൂമൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മക്കളെ. ഇനി എന്തായാലും അടുത്ത നല്ല വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതുവരേക്കും ടാറ്റ ബായ്.